മണ്ഡലങ്ങളും വാദപ്രതിവാദങ്ങളും സമുദായ ഐക്യത്തിനെതിരാണെന്ന് പറഞ്ഞവർ ചിലപ്പോഴൊക്കെ വല്ലതിനും പോയി കുടുങ്ങിയിട്ട് മാനം കെടുകയും ചെയ്യും. ഇത് ഈ അടുത്ത് ഇവർ കൊണ്ടോട്ടിയിൽ വെച്ച് ഇക്കരിമ്പിലാക്കലും ഈ അബ്ദുസലാസുല്ലമിയും കൂടി ഒരു മരുന്ന് കച്ചവടക്കാരനായിട്ട് വാദപ്രതിവാദം നടത്തി. സാക്ഷാൽ സുല്ലമി തെറ്റിക്കണമെന്ന് പറഞ്ഞു കൊടുക്കി. നമുക്ക് അവസാനിപ്പിക്കണല്ലോ. നമ്മളൊക്കെ പള്ളിന്തി നടക്കല്ലേ. അന്നപ്പോ തന്നെ പറഞ്ഞെന്ത്, ഞങ്ങള് നിങ്ങളെ പോലത്തെ ആളുകൾ, നിങ്ങൾ വലിയ വലിയ നേതാക്കന്മാരാണ്, ഒരു കുട്ടിന്റെ അടുത്ത് തെറ്റ് പറ്റിയെന്ന് മൂപ്പര് പറഞ്ഞു, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ എന്തല്ല കേരളത്തിൽ മറുപക്ഷം പോലും സമ്മതിക്കുന്ന ഹദീസ് പണ്ഡിതന്മാരല്ല. പക്ഷേ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ, ആ ഹദീസ് പണ്ഡിതൻ ഇവിടുന്ന് ഖുർആൻ ഓതി ഇസ്തിഹാസ ശിർക്കാക്കാൻ വേണ്ടി ഇതാ മസ്സന്നാസു എന്നോതി കേസത്തില്ലേ. വൈദാ മസ്സന്നാസു ദുറുൻത ഔ റബ്ബഹു മുനീബിന ഇലൈഹി വൈദാ മസ്സന്നാസു ദുറുൻത ഔ റബ്ബഹു മുനീബിന ഇലൈഹി. ഇതാ മസ്സന്നാസു കേട്ടില്ലേ? ആ കേസറ്റ് ഒന്ന് കേട്ടു നിങ്ങൾ. മസ്സന്നാസു മഫൂലല്ലേ? അപ്പൊ മൂപ്പര് വിഷയം തീരുമാനാക്കാൻ പോവാണ്. മരുന്ന് കച്ചവടക്കാരല്ലേ മൂപ്പരൊക്കെ എത്തപ്പത്തിന്. അപ്പുറത്ത് സുല്ലമിയാണ് വലിയ പണിയാവുന്നില്ല, വിഷയം അവിടെ തീരുമാനാക്കാൻ പോവാണ് മൂപ്പര്. വിടൂലേ? അതല്ലേ ഉറപ്പല്ലേ, വിടൂല. എല്ലാരും ആരും വിടൂല, അതാ രസം. സഹോദരന്മാരെ, വലിയ വലിയ ആളുകൾ, ഇതാ ഞാൻ പറയുന്നത്, മുജാഹിദ് മൗലവിമാര് പഠിപ്പിക്കുന്ന ആശയം പൊളിച്ച് കൈ കൊടുക്കാനേ അതിന് വലിയ പണ്ഡിതന്മാരൊന്നും ആവശ്യമില്ല. ചെറിയ കുട്ടികൾ വരെ അതിന് ആർജവം കാണിക്കാൻ തുടങ്ങി, അതിന് യോഗ്യത പ്രാപിച്ചിട്ടുണ്ട്. കാരണം എന്താ? മുജാഹിദ് പ്രസ്ഥാനം അതിനുമാത്രം ബലഹീനമാണ്, ദുർബലം.